ഇനി വേണമെങ്കിൽ ഇതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഫുൾ ആൻഡ് ഈസി. ഫുൾ ആൻഡ് ഈസി എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ, നിങ്ങളെ ആരെങ്കിലും മോശം എന്ന് പറഞ്ഞ ഉൾപ്പെടെ ഞാൻ തന്നെ എനിക്ക് പറ്റിയ അബദ്ധത്തെ പറ്റി പറയാം. ഞാനത് ഫുൾ ആൻഡ് ഈസി വാങ്ങി പൊതുവെ രാവിലെയും രാത്രിയും 2 നേരം പോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം അതിന്റെ ആവശ്യം ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും എനിക്ക് നമ്മൾ ഏത് കമ്പനി എന്ത് പ്രൊഡക്റ്റ് ഇറക്കിയാലും അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. എന്ത് സാധനമായാലും അത് വുമൺ കമ്പനി അതിന്റെ ടേസ്റ്റ് ഒന്ന് എനിക്ക് നോക്കണം. ഉപയോഗിക്കാത്തത് ഇന്നലെ വേറെ ആരും ഷാഹിർ സാർ പറഞ്ഞ പോലെ ഉപയോഗിക്കാത്ത പാഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ എല്ലാ സാധനവും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് എടുത്ത് വാങ്ങി വെച്ചു, ഉപയോഗിക്കാന്ന് തീരുമാനിച്ചു. പക്ഷെ വാങ്ങി വെച്ചതിന് പിറ്റേ ദിവസം എനിക്ക് രാവിലെ ഒന്ന് ഷൊർണൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോകേണ്ടി വന്നു. പിറ്റേ ദിവസം അതുപോലെ തന്നെ വേറെന്തോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ രാവിലെ പോകേണ്ടതുള്ളത് കൊണ്ട് ഒരു ധൈര്യക്കുറവ്. ഇതെങ്ങാൻ ഗതികേടിന് ഒരു പ്രഷർ ചെലുത്തിയാലോ, ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് 2 ദിവസം കഴിച്ചില്ല. ഒരു ദിവസം എനിക്ക് രാവിലെ ഒന്നും പോകേണ്ട ആവശ്യമില്ല, ഉച്ചയ്ക്ക് ശേഷം പോയാൽ മതി. അതുകൊണ്ട് ഞാൻ എന്താക്കി, ഒന്ന് കഴിക്കാൻ, അതിന്റെ തലേ ദിവസം ഒന്ന് കഴിക്കാൻ തീരുമാനിച്ചു. ഒരു എഫക്റ്റും ഇല്ല. വെറുതെ ഈ സാധനം എന്താണെന്ന് എനിക്ക് സംശയവും. അതാണ് കമ്പനി അങ്ങനെ പ്രശ്നം വരില്ലല്ലോ. അത് 2ാമത്തെ ദിവസം കഴിച്ചു, അന്ന് യാതൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ വെച്ചത് 2 ദിവസം പിന്നെ എന്നെ സംബന്ധിച്ചോളം ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. ഇനി എന്ത് ഫുള്ള് പോകാനാ, അങ്ങനെയൊക്കെ ആശ്വസിച്ചു. പക്ഷെ 3ാമത്തെ ദിവസം സാധാരണ പോയാൽ ചിലപ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഇരുന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോരുക. പക്ഷെ 3ാമത്തെ ദിവസം മുതൽ പോയാൽ പെട്ടെന്ന് പോരാം. ഈസി, സിമ്പിളായിട്ട് അത്രയും അർത്ഥാക്കണ്ടു. ഫുൾ എന്ന് പറഞ്ഞാൽ ഇനി മലാശയത്തിൽ ഒരു അംശം പോലും ബാലൻസ് ഉണ്ടാവില്ല, കംപ്ലീറ്റ് പുറത്തേക്ക് പോകും. അതായത് സ്മൂത്ത് ആയിട്ട് കാര്യം സാധിച്ചു പോവാം. കൃത്യമായ ദഹനം ആണ് ഇതിനകത്ത്, കൃത്യമായ ദഹനം സാധ്യത എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് സംബന്ധിച്ചോളം അല്ല, ഒരു ആവറേജ് ലെവല് സാധാരണ മോഷനായിട്ട് പോകുന്നത്. ഫുൾ ആൻഡ് ഈസി നടന്ന സമയത്ത് ചില വയറ്റുന്ന് പോകുന്ന ആ രീതി കാണേണ്ട, ആ രീതിയിലല്ല ഇതിന്റെ റിസൾട്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അതേ രീതി പറയുന്നത്. ഇനി ഇത് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഇതിനകത്തെ കണ്ടന്റുകൾ എന്താന്ന് പറയാം. ഒന്ന്, ഇസബ്ഗോൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർക്കിടക ശൃംഗി എന്നും സ്നിഗ്ധ ജീരകം എന്നൊക്കെ ഒരുപാട് പേരുകളുള്ള ഒരു തരം തെനയാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ്. ഒരു തരം തെനയാണ്. നിങ്ങൾ സൈറ്റിലൊക്കെ കയറി അടിച്ചു നോക്കിയാൽ മതി. ഇസബ്ഗോൾ എന്ന് പറയുന്ന, അല്ലെ ഇസ്ഫാഗുള എന്നൊക്കെ പറയും, പല പേരിലൊക്കെ പറയുന്നുണ്ട്. ഇസ്ഫാഗുള, അതുപോലെ തന്നെ അശ്വകർണ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സംസ്കൃതത്തിൽ അശ്വകർണ എന്ന് അടിച്ചു നോക്കിയാലും, കുതിരച്ചെവി എന്നുള്ള പോലെ അതിന്റെ ഒരു ധാന്യത്തിന്റെ പ്രത്യേകത ഒരു ഭാഗം പറ്റിയിട്ടാ, മറ്റേ ഭാഗം തള്ളിയിട്ടുണ്ടാവും. അപ്പോ ഈ സാധനം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് ഒരു പാക്കറ്റിൽ 6.25 ഗ്രാമുള്ള ഒരു സാഷയാണ്, ഒരു പൊടിയാണ് സാധനം വരുന്നത്. അതിനകത്ത് 3 ഗ്രാമോളം, ഏകദേശം 50% എന്ന് പറയാം, അത്രയും ഭാഗം ഇതിനകത്ത് ഈ തവിടാണുള്ളത്. ഈ തവിടിനോടൊപ്പം തന്നെ ഇതിനകത്ത് നല്ല ദഹനത്തിന് സഹായിക്കുന്ന ത്രിഫല, അതായത് കടുക്ക, നെല്ലിക്ക, താനിക്ക ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനെന്ത് വേണ്ട, ഇമ്മ്യൂണോ ത്രിപ്ലസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ നേരത്തെ മറ്റേ പറയുന്ന സമയത്തും പറഞ്ഞു. ഇതിനകത്തും ഉണ്ട് എന്ത്, കടുക്ക, നെല്ലിക്ക, താനിക്ക ഉണ്ട്. അപ്പോ ഇതുകൊണ്ടുള്ള ഒരു ഗുണം, ദഹനം ക്ലിയർ ആവും. ഈ പറയുന്ന തവിട് കൊണ്ടുള്ള ഗുണം, ഇതിന് ഒരുപാട് അഡീഷണൽ ഗുണങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്ന കേൾക്കുന്നുണ്ട് ശരീരത്തിന് ഭയങ്കര ഉഷ്ണമാണ്. അത് ആർക്കൊക്കെ ഉണ്ടാവുക വെച്ചാൽ, നമ്മളെ ഇവരുണ്ടാവുമല്ലോ, അത് ഗർഭപാത്രമൊക്കെ എടുത്തു കളഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൽ ഭയങ്കര ചൂടായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, സാറേ തടി ഒന്ന് തണുപ്പിക്കാൻ എന്താ, അല്ലെങ്കിൽ ചൂട് സഹിക്കാനാവുന്നില്ല, അതിനെന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ശ്വാസ തടസ്സം ഉണ്ടാകുന്ന ആസ്മ പോലുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. കാരണം ഇതിനകത്ത് ഒരു നിഷോത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ത്രിവൃത് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ ശ്വാസകോശത്തിനകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ ട്യൂബുകൾ ഉണ്ട്. അല്ലെങ്കിൽ ട്യൂബുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജനെ വേർതിരിച്ച് ശരീരത്തിലേക്ക് ഓക്സിജൻ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ആ കുഴലുകളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആവും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ശ്വസന പ്രക്രിയ ക്ലിയർ ആക്കാൻ സഹായിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതുണ്ടല്ലോ, എന്താ പറയാ, ആമവാദം, കയ്യും കാലം കൂടി. ഇപ്പൊ നമ്മൾ പൊതുവെ നോവേന ക്യാപ്സൂളാണ് കൊടുക്കാറുള്ളത്. ആമവാദമുള്ള ആൾക്ക് നമ്മൾ പറയും ഇത് കൊടുക്കരുത്, എന്ത്, നമ്മളെ സ്പൈറൽ ഗോൾഡ് കൊടുക്കരുതെന്ന് പറയാറുണ്ട്. അപ്പൊ ആമവാദമുള്ള ആളുകൾക്ക് നമുക്കിത് ഈ ഉൽപ്പന്നം കൊടുക്കാൻ പറ്റും, അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. വെറും ഇതിന് മാത്രമല്ല, ഇതിന് നമ്മളെ ദഹനം അല്ലെങ്കിൽ ശോധനക്ക് മാത്രമല്ല ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ആമവാദമുള്ള ആളുകൾക്ക്, ശ്വാസതടസ്സമുള്ള ആളുകൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ശരീരത്തിന് ഭയങ്കര ചൂടുള്ള അനുഭവപ്പെടുന്ന ആൾക്ക് ശരീരത്തിന് നല്ല തണുപ്പിക്കാൻ സഹായിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മള് മെൽറ്റ് ഫാറ്റ്, അതിന്റെ പേരെന്താ, തടി കുറയ്ക്കാനുള്ള സാധനമില്ലേ,
അറിയാലോ. ആ തടി പൊണ്ണത്തടി മോറോലിൻ. കുറക്കാൻ. മോറോലിൻ. അതെ. ആ ആ പൊണ്ണത്തടി കുറക്കാനുള്ള പ്രൊഡക്റ്റിനോടൊപ്പം വേണമെങ്കിൽ ഇത് കൊടുക്കാം. അവർക്കും നല്ല ഗുണം ചെയ്യും. ഇതിന് ശരീരത്തിന്റെ ഭാരം കുറക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ശരീരഭാരം കുറക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ കണിക്കൊന്ന പൊതുവെ അറിയാം, നമ്മൾ ഇതിനകത്തുണ്ട്. നമ്മളെ ലിവഗൈൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിനകത്ത് കണിക്കൊന്ന അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു കണ്ടന്റും ഇതിനകത്തുണ്ട്. 2 കണ്ടന്റുകളാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടത്. ഒന്ന് ത്രിവൃത് എന്ന് പറയുന്ന കണ്ടന്റ് തന്നെയാണ്. ആ ത്രികോൽപ്പക്കൊന്ന എന്ന് പറയും. അതിന്റെ പേരാ ത്രികോൽപ്പക്കൊന്ന. അത് മലബന്ധത്തെ ഇല്ലാതാക്കും, പൈൽസിനെ ഇല്ലാതാക്കും, പൊണ്ണത്തടി, ചുമ, ബ്രോങ്കൈറ്റിസ്. ഞാൻ നേരത്തെ ബ്രോങ്കൈൽ ട്യൂബിന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ബ്രോങ്കൈൽ ട്യൂബിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും. പിന്നെ ഇതിന്റെ മറ്റൊരു ഗുണം, പൊതുവെ നല്ല ശോധനയുള്ള ആൾക്ക് കൃമിശല്യം വിരശല്യം ഒന്നും ഉണ്ടാവില്ല. അപ്പോ കൃമി ശല്യമൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആമവാദവും ശ്വാസതടസ്സവും ഒക്കെ നല്ല ഗുണം ചെയ്യും. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ്, ഇതിനൊക്കെ സഹായിക്കുന്ന കണ്ടന്റ് ഏതാന്ന് വെച്ചാൽ നിഷോത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ത്രിവൃത് അല്ലെങ്കിൽ ത്രികോൽപ്പക്കൊന്ന എന്ന് പറയുന്ന ആ കണ്ടന്റ് ആണ് ഇത്രയും ഗുണം ചെയ്യുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത മാത്രം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓവർ ഡോസ് ഒരിക്കലും ഉപയോഗിക്കരുത്. ഒരു ദിവസം ഒന്നാണ് സാധാരണ ഗതിക്ക് അതിന്റെ പ്രൊമോഷൻ നടക്കുന്നത്. എന്നാൽ വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്ക് രാവിലെയും രാത്രി 2 വേണേ കഴിക്കാം. പക്ഷെ ഓവർ ഡോസേജ് നല്ലതല്ല. എന്നാൽ ചിലർക്ക് ഭയങ്കര ടൈറ്റ് ആണ്. ഇപ്പൊ ഒരാഴ്ച കൂടുമ്പോൾ 3-4 ദിവസം കൂടുമ്പോൾ ഒക്കെ ടോയ്ലറ്റ് പോകുന്ന ലേഡീസിന് അങ്ങനത്തെ പ്രശ്നം വരിക കൂടുതലായിട്ടും. പുരുഷന്മാരെ അപേക്ഷിച്ച് ലേഡീസിന് ഈ ദഹന പ്രക്രിയ കുറച്ച് സ്ലോ ആണ്. അത്ര ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ദഹന പ്രക്രിയ ക്ലിയർ ആവില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളെ സംബന്ധിച്ചോളം ശോധന കുറവാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ലേഡീസ് ചിലപ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിലും ആർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മലമായാലും മൂത്രമായാലും ഒരു ദിവസം കുറെ പിടിച്ചു കയറുന്ന കപ്പാസിറ്റി അവർ കൂടുതലാണ്. ആ കപ്പാസിറ്റി അല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ ദഹനത്തിന്റെ പേഴ്സൻറ്റേജ് ലേഡീസിന് കുറവാ എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോ ഈ മലദ്വാരത്തിന്റെ സൈഡിലൊക്കെ പൊട്ടലൊക്കെ ഉണ്ടാവും, മുറിവൊക്കെ ഉണ്ടാവും. ആ പൊട്ടലും മുറിവും ഉണങ്ങാനും അതേപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതെ തടയുവാനൊക്കെ സാധിക്കുന്ന ഒരു കണ്ടന്റ് ആണ് സ്വർണ്ണപത്രി എന്ന് പറയുന്ന ഒരു കണ്ടന്റ്. സ്വർണ്ണപത്രി എന്ന് പറഞ്ഞാൽ ഞാൻ പല സമയത്തും നേരത്തെ നമ്മളെ ഉമർസ്ഥാദൊക്കെ വിളിച്ച സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ വട്ടച്ചൊറി പോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടോ നമ്മളെ കയ്യിൽ നിന്നൊക്കെ ചോദിക്കും. ഞാൻ ഒരു സാധനം ഉണ്ടോ സാറേ, ബ്ലഡ് പ്യൂരിഫയർ അകത്തേക്ക് കൊടുത്തേക്ക്, നിങ്ങൾ പുറമെ ഉപയോഗിക്കാൻ. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടാവും, വയലിലൊക്കെ ഉണ്ടാവും, ആനത്തവര എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും. സെന്ന എന്നാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര്. അതിന്റെ മുകളിൽ എഴുതി വെച്ചുള്ള സെന്ന എന്നുള്ള കണ്ടന്റ് ആണ്. അതിന്റെ നാടൻ ഭാഷ, നമ്മളെ നാട്ടിലെ ഭാഷ ആനത്തവരയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ എവിടെ ഉണ്ടല്ലോ, തിരുവള്ളൂർ ആ വയലിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ റൈറ്റ് സൈഡിൽ. ഇങ്ങനെ അങ്ങോട്ട് വടകരക്ക് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഇഷ്ടം പോലെ മുളച്ചു വന്നിട്ടുള്ള സാധനമാണ് ആനത്തവര. അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആനത്തവര കൊണ്ടുള്ള ഗുണം ഞാൻ പറഞ്ഞു, ഒന്ന് ഫംഗൽ ഇൻഫെക്ഷനെ, ബാക്ടീരിയൽ ഇൻഫെക്ഷനെ ഒക്കെ തടയാൻ, വൈറസിനെയും ബാക്ടീരിയയും ഫംഗസിനെയും ഒക്കെ തടയാൻ ഇത്രയും കപ്പാസിറ്റി ഉള്ള ഒരു നാച്ചുറൽ പിന്നെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ല എന്ന് വേണേൽ പറയാം. അത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഓവർ ഡോസ് കൊടുക്കരുത് ഞാൻ ചെറിയ സൂചന തന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് കൂടെ പറയാം. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ ത്രിവൃത് എന്ന് പറയുന്ന ആ കണ്ടന്റ് ഓവർ ഡോസ് ചെയ്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് പ്രഷർ ലെവല് താഴ്ന്നു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓവർ ഡോസ് ചെന്നാൽ എന്ന് വെച്ചിട്ട് പേടിപ്പിക്കുന്നതല്ല. നിങ്ങൾ 1 2 അതിൽ കൂടുതൽ ആരും എടുത്ത് കഴിക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഇത് കഴിച്ചോണ്ട് അപ്പോൾ ഇത് കുറഞ്ഞു പോകുമോ സാറേ, ഇനി ഇപ്പം BP പൊതുവെ കുറവാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓവർ കഴിക്കരുത്. പൊതുവെ BP കുറഞ്ഞു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഡെയിലി 1 കഴിച്ചാൽ മതി. ഇനി മലബന്ധമൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആൾക്ക് ഡെയിലി വേണേ 2 വേണേ കഴിക്കാം. അതിലപ്പുറത്തേക്ക് കഴിക്കേണ്ടതില്ല എന്നതിന്റെ കൂട്ടത്തിൽ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഫുൾ ആൻഡ് ഈസി, ഫുൾ ആൻഡ് ഈസി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണോ അത് തന്നെയാണ് പ്രൊഡക്റ്റിന്റെ അർത്ഥം. ഫുള്ളായിട്ട് പോകും, ഈസി ആയിട്ട് പോകും. അപ്പോ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞാൽ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഓവർ തടി ഉണ്ടാക്കി കുറക്കാൻ, ഒക്കെ തടിയെ തടിപ്പിക്കാൻ, ഇങ്ങനെ കുറെ ഗുണങ്ങൾ അതിനുണ്ട്. അത്രയും കണ്ടാൽ മതി. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് കഴിക്കേണ്ടത് എങ്ങനെയെന്നും കൂടെ പറയാം. അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളത്തിൽ, നമ്മൾക്ക് പ്രത്യേകിച്ച് അളവൊന്നും എടുക്കാൻ പോകുന്നില്ല. ഒരു ഗ്ലാസ് എടുക്കുക, അതിനകത്ത് ഒരു 1/4 ഭാഗം വെള്ളം എടുത്തതിനു ശേഷം ഇതിന്റെ പൊടി അതിനകത്ത് ഇട്ട് നന്നായി ഇളക്കുക. ഇളക്കിയതിനു ശേഷം അത് കഴിക്കുക. എന്നിട്ട് കഴിച്ചാലും കുറെ ഗ്ലാസ് പിന്നെയും ഉണ്ടാവും. കാരണം ഇത് അത്ര പെട്ടെന്ന് വെള്ളമായിട്ട് മിക്സ് ആവുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ കാരണം മറ്റൊന്നല്ല, ഞാൻ ആദ്യം പറഞ്ഞ
ഇസബ് ഗോൾഡ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ആ തവിടുണ്ടല്ലോ, അത് അങ്ങനെ കലങ്ങുള്ളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു പശ രൂപം അത്. അപ്പോൾ ഒന്നുകൂടെ വെള്ളം ഒഴിക്കുക, 1/4 ഗ്ലാസ് വെള്ളം കൂടെ എടുക്കുക, നന്നായി ഇളക്കി ഗ്ലാസ് കഴുകിയും കുടിക്കുക, ചുരുക്കി പറഞ്ഞാൽ. ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പുള്ള പാത്രം എടുത്ത് അതിനകത്ത് ഇട്ട് നന്നായി ഷേക്ക് ചെയ്യുക, കഴിക്കുക. പിന്നേക്ക് വെച്ചിരിക്കരുത്, നിങ്ങൾക്ക് കഴിക്കാനാവില്ല. അതിന്റെ ടേസ്റ്റ് മാറും, മാത്രമല്ല ഇത് വായിലേക്ക് വെക്കാൻ തോന്നില്ല, അത്രയും കട്ടിയായിട്ടുണ്ടാവും. നമ്മൾ കാടി വെള്ളത്തിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കുള്ള എല്ലാം കുതിർന്നിട്ട് അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് സ്പോട്ട് കഴിക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ കഴിക്കുക.